ഇന്ത്യൻ ബിസിനസ് ലോകത്തെ ഏറ്റവും കരുത്തരാണ് മുകേഷ് അംബാനിയും ഗൗതം അദാനിയും. അടുത്തിടെയാണ് അദാനി ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ അംബാനിയെ മറികടന്ന് മുന്നിലേക്ക് എത്തിയത്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് അദാനി. എന്നാൽ ഇപ്പോൾ രാജ്യത്തെ ഈ അതിസമ്പന്നർക്കും വലിയ നഷ്ടങ്ങളാണ് ഓഹരി വിപണിയിൽ നിന്നും നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള കമ്പനിയാണ് റിലയൻസ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനി നേതൃത്വം നൽകുന്ന കമ്പനിയാണത്. എന്നാൽ ഈ വാരത്തിലെ 2 ദിവസങ്ങൾ കൊണ്ട് കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ഏകദേശം 70,000 കോടി രൂപയുടെ ഭീമമായ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഓഹരി വിപണിയിലെ കനത്ത ഇടിവാണ് റിലയൻസ് ഓഹരികളെയും ബാധിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് സെപ്റ്റംബർ 30-ാം തീയതി, റിലയൻസ് ഓഹരികളുടെ വില ഏകദേശം 3% ഇടിവ് നേരിട്ടു. അന്നേ ദിവസം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയിൽ 1100 പോയിന്റുകൾ അഥവാ 3.35% തകർച്ചയാണ് ഉണ്ടായത്. തൊട്ടടുത്ത ദിവസമായ ഒക്ടോബർ 1-ാം തീയതി റിലയൻസ് ഓഹരികളിൽ 0.79% താഴ്ചയുണ്ടായി. 2,929.65 രൂപയിലേക്ക് എത്തി. ഇത്തരത്തിൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഏകദേശം 67,000 കോടി രൂപയും ചൊവ്വാഴ്ച ഏകദേശം 12,000 കോടി രൂപയുമാണ് റിലയൻസിന്റെ വിപണി മൂല്യത്തിൽ ഇടിവുണ്ടായത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരി വിലയിൽ ചാഞ്ചാട്ടം പ്രകടമാണ്. ഇതേ തുടർന്ന് നിക്ഷേപക വികാരത്തിലും അസ്ഥിരതകൾ നിഴലടിക്കുന്നതായിട്ട് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിൽ ഇന്ത്യൻ വിപണികളിൽ ഉയർന്ന വാല്യുവേഷനിലാണ് ഇതെന്ന നിക്ഷേപകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഘടകമാണിത്. തിങ്കളാഴ്ചത്തെ കനത്ത തകർച്ചയിൽ ബാങ്കിംഗ്, ഓട്ടോ, ഫിനാൻഷ്യൽ സർവീസ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ സെക്ടറുകളിൽ വലിയ ഇടിവ് നേരിട്ടു. നിഫ്റ്റി 15 സൂചികയിലെ ഹെവി വെയ്റ്റ് ഓഹരിയായ റിലയൻസിനെയും വിശാല വിപണിയിലെ ഇടിവ് ബാധിക്കുകയായിരുന്നു. അന്നേ ദിവസം നിഫ്റ്റി സൂചിക 300 പോയിന്റുകളോളം താഴ്ച നേരിട്ടിരുന്നു. ഈ ഇടിവിന് മുൻപ് തുടർച്ചയായ 6 വ്യാപാര സെക്ഷനുകളിലും ഇന്ത്യൻ വിപണി സൂചികകൾ നേട്ടമുണ്ടാക്കിയിരുന്നു. എന്നാൽ തിങ്കളാഴ്ച ലാഭമെടുപ്പ് നടന്നത് സൂചികകളിൽ ഇടിവിന് കാരണമായി. റിഫൈനറി ബിസിനസ് നടത്തുന്ന രാജ്യത്തെ മുൻനിര കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. പെട്രോ കെമിക്കൽസ്, റിന്യൂവബിൾ എനർജി, റീറ്റെയിൽ, ഡിജിറ്റൽ സർവീസ്, ഹൈഡ്രോ കാർബൺ, എക്സ്പ്ലോറേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ കമ്പനിക്ക് ബിസിനസ് സാന്നിധ്യമുണ്ട്. ടെലികോം, റീറ്റെയിൽ മേഖലകളിലും അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ് സമീപകാലത്തായി ബിസിനസ് വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. അംബാനിയുടെ ആസ്തി $107 ബില്യൺ ആയിട്ടാണ് കുറഞ്ഞത്. ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ 14-ാം സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ് മുകേഷ് അംബാനി. ഗൗതം അദാനിക്കും ആസ്തിയിൽ ഇടിവുണ്ടായിരിക്കുകയാണ്. അദാനി ഗ്രീൻ എനർജിയുടെ ഓഹരികൾ 4.09% ഇടിഞ്ഞു. 1,807.80 രൂപയിലേക്കാണ് ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത്. അദാനി പോർട്സിന്റെ ഓഹരികൾ 3% ഇടിഞ്ഞു. 1,426.05 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 2.93 ബില്യൺ ഇടിവാണ് ആസ്തിയിൽ ഉണ്ടായിരിക്കുന്നത്. 24,600 കോടിയാണ് അദാനിക്ക് നഷ്ടമായത്. 100 മില്യണാണ് അദാനിയുടെ ഇപ്പോഴത്തെ ആസ്തി. കോടീശ്വരന്മാരുടെ പട്ടികയിൽ 14-ാം സ്ഥാനത്ത് നിന്നും 17-ാം സ്ഥാനത്തേക്കാണ് അദ്ദേഹം വീണിരിക്കുന്നത്.